പീഡനക്കേസിൽ പ്രതിക്ക് വേണ്ടി അതിജീവിതയെ കൊടുക്കാൻ മജിസ്ട്രേറ്റ് ശ്രമിച്ചെന്ന് പരാതി. തിരുവനന്തപുരം കാട്ടാക്കട കോടതിയിലെ മജിസ്ട്രേറ്റായിരുന്ന ചിത്രലേഖയ്ക്കെതിരെ അതിജീവിതയായ ഡോക്ടർ ഹൈക്കോടതിയെ സമീപിച്ചു. തെറ്റ് തെളിഞ്ഞെങ്കിലും മജിസ്ട്രേറ്റിനെ ശിക്ഷിക്കാൻ വകുപ്പില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. നിയമം നടപ്പിലാക്കേണ്ടവർ തെറ്റ് ചെയ്താൽ സാധാരണക്കാർക്ക് നീതി വേണ്ട എന്നാണ് അതിജീവിതയുടെ ചോദ്യം. മാർച്ചിൽ ദന്ത ഡോക്ടറായ അതിജീവിത നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം മലയങ്കീഴ് CI ആയിരുന്ന സൈജുവാണ് പ്രതി. കേസെടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ സൈജു മുൻകൂർ ജാമ്യം നേടി. 2022 നവംബറിൽ ഇയാൾക്കെതിരെ മറ്റൊരു സ്ത്രീയും പീഡന പരാതി നൽകി. ഇതോടെ സൈജുവിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ക്രൈംബ്രാഞ്ച് കാട്ടാക്കട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുകയും അതിജീവിതയായ ഡോക്ടർ കക്ഷി ചേരുകയും ചെയ്തു. മുൻകൂർ ജാമ്യം റദ്ദാക്കേണ്ടതില്ലെന്ന വിധി പ്രസ്താവത്തിൽ പ്രതിക്ക് അനുകൂലമായും അതിജീവിതയ്ക്കെതിരെയുമുള്ള പരാമർശങ്ങൾ മജിസ്ട്രേറ്റ് ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. കേസ് ചിത്രലേഖ എന്ന് പറയുന്ന മജിസ്ട്രേറ്റിൻ്റെ മുന്നിലായിരുന്നു വന്നിരുന്നത്. വിക്ടിമായ എൻ്റെ പേരും അഡ്രസ്സും ഐഡൻറ്റിറ്റിയും റിവീൽ ചെയ്തുകൊണ്ടാണ് ആ ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നത്. അതിൽ 10ഓളം മിസ്റ്റേക്സും ഇല്ലാത്ത രേഖകൾ കണ്ടുബോധിച്ചു എന്നുള്ള മജിസ്ട്രേറ്റിൻ്റെ കമൻറ്റും ഉണ്ടായിരുന്നു. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ ജഡ്ജ്മെൻറ്റ്. അതിൽ വിക്ടിമായ എൻ്റെ പേരും അഡ്രസ്സും ഐഡൻറ്റിറ്റിയും റിവീൽ ചെയ്തത് എനിക്ക് വളരെ മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടും സമൂഹത്തിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിരുന്നു. ഈവൻ ഇല്ലാത്ത രേഖകൾ കണ്ടുബോധിച്ചു എന്ന് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. എക്സ്റ്റോർഷൻ കേസ്, അതായത് ഞാൻ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് 25 lakhs ചോദിച്ചു, ഇത് തരാത്തത് കൊണ്ടാണ് റേപ്പ് കേസ് കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള രേഖകൾ കണ്ടുബോധിച്ചു എന്ന് ആ മജിസ്ട്രേറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പണം ആവശ്യപ്പെട്ടെന്ന പോലീസുകാരന്റെ ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും അത് കള്ളമാണെന്ന് ഇതേ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും അതേ കോടതിയാണ് അതിജീവിതയെ കൊടുക്കുന്ന പരാമർശം ഉൾപ്പെടുത്തിയതെന്നാണ് പരാതി. മലയങ്കീഴ് പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന അക്യൂസ്ഡ് സൈജുവിന് കാട്ടാക്കട മജിസ്ട്രേറ്റ് കാട്ടാക്കട കോടതിയുമായി വളരെ അടുപ്പമുള്ളതും ഈ മജിസ്ട്രേറ്റുമായി വളരെ പരിചയമുള്ളതുമായിരുന്നു. അതിനാൽ ആ അടുപ്പം വെച്ചാണ് ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായതെന്നും എന്നെ മനഃപൂർവ്വം ഡിഫെയിം ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ പേരും അഡ്രസ്സും ഇങ്ങനെ റിവീൽ ചെയ്ത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തതെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മജിസ്ട്രേറ്റിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് മുന്നിലാണ് ഹർജി എത്തിയത്. കീഴ്ക്കോടതി വിധി റദ്ദാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മജിസ്ട്രേറ്റിനെ ശിക്ഷിക്കാൻ വകുപ്പില്ലെന്ന് മറുപടി നൽകിയതും അതിജീവിത. സാധാരണക്കാരായ വ്യക്തികൾ, നിയമം അറിയാത്ത വ്യക്തികൾ ഇതുപോലെ നിയമലംഘനം നടത്തിയാൽ ശിക്ഷിക്കുന്ന ജഡ്ജസ് നിയമം പഠിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ട മജിസ്ട്രേറ്റുമാർ ചെയ്യുന്ന ജഡ്ജ്മെൻറ്റിന് തെറ്റുകൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഒരു വിക്ടിം അല്ലെങ്കിൽ അനുഭവിച്ച വ്യക്തി എന്നുള്ളതിനിൽ അതെനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇരട്ട നിലപാട് കൂടി ചോദ്യം ചെയ്യുകയാണ് അതിജീവിത. ആലത്തൂരിലെ അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥൻ അപമാനിച്ചെന്ന കേസിൽ പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ദേവൻ രാമചന്ദ്രൻ നടത്തിയത്. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്നായിരുന്നു വിമർശനം. ഇതേ ജസ്റ്റിസ് അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്ത മജിസ്ട്രേറ്റിനെ ശിക്ഷിക്കാത്തത് എന്തെന്നാണ് അതിജീവിതയുടെ ചോദ്യം. മജിസ്ട്രേറ്റിനെ ശിക്ഷിക്കാൻ പറ്റില്ല, അവർക്കെന്തോ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ കമൻറ്റ് വന്നു, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഈ മജിസ്ട്രേറ്റ് അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ശിക്ഷ കൊടുക്കാത്തത്? ഇടയ്ക്ക് പോലീസ് ഓഫീസേഴ്സിൻ്റെ എന്തോ പ്രോബ്ലം വന്നപ്പോൾ അവിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർ കുറച്ച് കമൻസ് പറയുന്നുണ്ടായിരുന്നു. ജോലി ഭാരം കൂടുതൽ കൊണ്ടാണ് തെറ്റ് പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഈ മജിസ്ട്രേറ്റിൻ്റെ തെറ്റിനെ പറ്റി അതിനുശേഷമുള്ള മറ്റൊരു മജിസ്ട്രേറ്റിനെ കണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഹ്യൂമൻ എറർ ആണെന്നാണ്. അപ്പോൾ മജിസ്ട്രേറ്റുമാർക്ക് ഹ്യൂമൻ എറർ ആകാമോ? അപ്പോൾ എല്ലാ തെറ്റുകളും ഹ്യൂമൻ എററായി കൺസിഡർ ചെയ്യേണ്ടി വരില്ലേ? മറ്റുള്ള വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകളും ഹ്യൂമൻ എററാണ്.
അപ്പോൾ മജിസ്ട്രേറ്റ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു ഹ്യൂമൻ എറർ ചെയ്യാന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലുന്ന ആളും ഹ്യൂമൻ എററാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. രണ്ട് തരത്തിലുള്ള നീതി പല തരത്തിലുള്ള നീതിയും പലതരത്തിലുള്ള നിയമ നടപടികളും ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് നീതി നടപ്പാക്കാൻ കഴിയാതെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ ആക്റ്റും അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനങ്ങളുള്ളവർക്ക് സംരക്ഷണവും ഉള്ളത് സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളാണ്. വിധി പ്രസ്താവം വായിച്ച് തെറ്റ് മനസ്സിലാക്കുവാനുമുള്ള വിദ്യാഭ്യാസമുള്ളതുകൊണ്ടും സാമ്പത്തിക പശ്ചാത്തലം ഉള്ളതുകൊണ്ടുമാണ് അനീതിക്കെതിരെ മുന്നോട്ട് പോയത്. ഇല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത താൻ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നുവെന്നും അതിജീവിത പറഞ്ഞു. സത്യത്തിന്റെയും തെളിവുകളുടെയും പക്ഷത്താണ് നീതിപീഠം നിലകൊള്ളുകയെന്ന വിശ്വാസമാണ് ഇത്തരം സംഭവങ്ങൾ തകർക്കുന്നത്. അതിജീവിതയുടെ ഈ ചോദ്യങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. ക്യാമറമാൻ JB ജ്യോതിഷിനൊപ്പം VS അനുരാഗ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.